കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി യൂണിറ്റ് പരിസ്ഥിതി ദിനാചരണം നടത്തി. വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദി യൂണിറ്റ് പരിസ്ഥിതി ദിനാചരണം നടത്തി. മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ഡിംപിൾ ഷോജി അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ, BRC റിസോഴ്സ് പേഴ്സണൽ റെജീന ജോജോ എന്നിവർ പ്ലാസ്റ്റിക് ഉപയോഗം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും ബദൽ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു. അത് തന്നെ പാക്കറ്റിലാണ് വരുന്നത്. അതിപ്പോ നമ്മൾ റോട്ടിൽ കൂടെ പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ മറ്റൊരു കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അഭിമാനം ഇടിച്ചു പോകത്തൊന്നുമില്ല. ഇതെല്ലാം പാക്ക് ചെയ്ത് ഒരു സാധനമാണ്, ലേബറിന്റെ അഡ്രസ് ഉണ്ട്, ഇത് കളകളുടെ സാധനമൊന്നുമില്ല. അപ്പൊ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ആരും കാണരുതെന്നതിലാണ് സാധനം കൊണ്ടുവന്നത്. അതിവിടെ സൂചിപ്പിച്ചില്ലേ, തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യുന്നത് വളരെ മനോഹരമാണ്. അവർ എത്ര പ്രായമുള്ള സമ്പത്തുള്ള ആളുകളാണെങ്കിൽ പോലും ചെയ്ത് സഞ്ചിക്കാത്തതാണ് സാധനം കൊണ്ടുവന്നത്. നമ്മളൊരു പരിചയം, നിങ്ങളിപ്പോ കൊടൈക്കനാലിൽ പോയേക്ക് ക്യൂ നിന്നിട്ട് എത്ര മണിക്കൂർ കിടന്നാണെങ്കിൽ നിങ്ങളുടെ വണ്ടി മുഴുവൻ അവിടെ പരിശോധിച്ചിട്ടാണ് കടത്തി വിടും. ഒരു കുപ്പി പോലും ആ വണ്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. അത്ര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഴിഞ്ഞു പോകും. നമ്മളിലൊരു മാറ്റം ഉണ്ടാകണം. നമ്മളെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പരമാവധി വീട്ടിലേക്ക് ഇത്തരത്തിൽ കൂടുതൽ കൊണ്ടുവരാതിരിക്കുക. ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചും നമുക്കറിയാം. പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാവുന്ന ഇപ്പൊ പിന്നെ പഞ്ചായത്തുകാർ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അത് കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായ ക്ലാസ്സുകൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ക്യാൻസർ രോഗത്തെ കുറിച്ചൊക്കെ. അപ്പം അത് ഒരു കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ബാഗ് ക്യാരി ചെയ്യാണ്ട്, പിന്നെ ക്യാരി ബാഗ് നമ്മുടെ വീട്ടിലെ പേപ്പർ സഞ്ചിയില്ലേ, ന്യൂസ് പേപ്പർ മടക്കി ഒട്ടിച്ചെടുത്തിട്ട് ചെറിയ ബാഗാക്കി എടുക്കാം. ആ ബാഗിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാം. പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കാണ്ട് ആ പേപ്പർ സഞ്ചിയിലിട്ടിട്ട് സൂക്ഷിച്ച്, നമ്മുടെ വീട്ടിലെ പഴയ കുടയുണ്ടല്ലോ, ആ കുടയുടെ ശീല സമയത്തിൽ മുറിച്ചെടുത്തിട്ട് സാരിയോ നൈറ്റോ അതിലും എടുത്തിട്ട് ആ കുടയുടെ ശീല അങ്ങനെ മുറിച്ചെടുത്ത് അതിലേക്ക് വെച്ച് ശരിക്കും തയ്ക്കുന്ന സമയത്ത് തയ്ച്ചെടുത്തിട്ട് ബാഗ് പോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ മീൻ മേടിക്കാനോ ഇറച്ചി മേടിക്കാനോ പോകുമ്പോൾ കൊണ്ടുപോകാം. തുടർന്ന് പള്ളി വികാരിയുടെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അമ്മമാരുടെ വിവിധ കലാപരിപാടികൾ പ്രോഗ്രാമിന് കൊഴുപ്പേകി. സിജി ജോണിച്ചൻ സ്വാഗതവും ബി നസൈൻ നന്ദിയും പറഞ്ഞു. ഹെലൻ ടൈറ്റസ്, നീതു സജി, ടൈജി സാബി, ലൂസി ബെന്നി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.